ഞങ്ങൾ ഇപ്പം ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ഫർദർ ക്വസ്റ്റ്യൻ ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് 5 പേരിൽ ഒതുങ്ങുന്ന ഒരു നെറ്റ്വർക്കല്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ സർവൈലൻസിലുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാണും. കൂടുതൽ പ്രതികളെ ഇനി വരുന്ന ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. ഈ പ്രതികളായ അധ്യാപികമാർക്ക് എങ്ങനെയാണ് ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എത്ര കാലമായിട്ടുള്ള ബന്ധമാണ്, ലഹരി കച്ചവടമാണ് ഇവർ നടത്തുന്നത്? ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. എത്രയും കാലമായിട്ട് ഇവരിതിൽ ഇറങ്ങിയെന്ന് അത് അവരെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഈ അധ്യാപകർക്ക് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. കാരണം നാളത്തെ നമ്മുടെ തലമുറയാണ് ഇവർ ഇല്ലാതാക്കുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഭാവിയെയും. എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുകൊണ്ടൊരു അധ്യാപകരോട് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് നിരീക്ഷിച്ച് അത് വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. നമ്മുടെ നാട്ടിലെ കുരുന്ന് വിദ്യാർത്ഥികളോട് ഈ രീതി ചെയ്യുന്നവരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കുക തന്നെ വേണം. കാരണം നമ്മുടെ ഭാവി തലമുറയാണ് ഇവരില്ലാതാക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇവർ ജാമ്യത്തിനിറങ്ങും. പിന്നീട് ഈ രീതി തന്നെ ആയിരിക്കും ഇവർ തുടരുന്നത്. അത് കഴിഞ്ഞ് പുതിയ കുട്ടികളെ കണ്ടെത്തും, അവർക്ക് ഇതുകൊണ്ടുള്ള മരുന്ന് കൊടുക്കും. വെറുതെ എന്തിനാ ഇവർക്കൊന്നും ഒരിക്കലും ജാമ്യം കൊടുക്കാതെ ജയിലിൽ തന്നെ അടച്ചിടണം, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം അത് അങ്ങനെ ചെയ്യാവുള്ളൂ. കാരണം എന്തോരം കുട്ടികളുടെ ഭാവിയാണ് ഇവറ്റകൾ ഇല്ലാതാക്കുന്നത്.